ഈ മനോഹരമായ രാത്രിയിലും ശാന്തമായ കാലാവസ്ഥയിൽ കർത്താവിൻ്റെ വിലയേറിയ സന്നിധാനം ചേർന്ന് വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളെ അധികരിച്ച് 3 സുപ്രധാനമായ സത്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു വലിയ മറവിക്കുള്ള സാധ്യത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളതായ കാര്യം നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ പാപങ്ങൾ പോലും മറന്നു പോകത്തക്കവണ്ണം മറന്നു വർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി സ്വയശോധനയോടെ ജീവിക്കുവാൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നാം അവിടെ നിന്ന് ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു വലിയ ശുശ്രൂഷ ദൈവം നമ്മെ പരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്. വിശദമായി നമ്മളത് ഓർത്തായിരുന്നു. നമ്മുടെ സഹവിശ്വാസികളുടെ കണ്ണിലെ കരട് മാറ്റാനുള്ളതായ വളരെ വിലയേറിയൊരു ശുശ്രൂഷ നമ്മെ പരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ അല്പം വിശദാംശങ്ങളും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു വലിയ ഒരുക്കത്തെക്കുറിച്ച് 5-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ്. ഏത് കാര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 4-ാമത്തെ വാക്യത്തിൽ നാം ചെയ്യേണ്ടതായ ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ വാക്യം ഒരിക്കൽ കൂടി വായിക്കുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവ് എത്രയോ കൃത്യമായിട്ടാണ് ഈ സത്യം ഓർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അത് സ്വർഗം ഏറെ ആദരിക്കുന്നതായ ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ആ കാര്യത്തിൽ നല്ല ഉത്സാഹം സൂക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ്, ഇതിന് ഉത്സാഹം മാത്രം പോരാ, പിന്നെയോ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയ ഒരുക്കം ആവശ്യമായിട്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്ത് കളയുന്നത് ഏറെ അത്യാവശ്യമുള്ള ശുശ്രൂഷയായിട്ട് ഇരിക്കുമ്പോഴും അത് ഏറ്റവും നന്നായി ചെയ്യേണ്ടതിനായിട്ട് നല്ല ഒരുക്കം ആവശ്യമുണ്ട് എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ആ ഒരുക്കം വളരെ കൃത്യമായിട്ട് നമ്മുടെ കർത്താവ് അവിടെ എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിൻ്റെ കണ്ണിലെ കോൽ എടുത്ത് കളക എന്ന് കർത്താവ് അവിടെ നിർദ്ദേശിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നൊരു വലിയ സത്യം, നമ്മുടെ ജീവിതത്തിലുള്ളതായ കുറവുകളും വന്നിട്ടുള്ള പാപങ്ങളും കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തി ശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ എന്നുള്ളത് നമ്മുടെ കർത്താവ് ഇവിടെ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു വലിയ മറവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാം വളരെ ബഹുമാനിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറവി നമ്മൾ ഓർക്കുവാൻ ഇടയായിട്ട്
തീർന്നിരുന്നു. അത് ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വളരെ ഗുരുതരമായ പാപം വന്നു. പക്ഷേ അത് ദാവീദും മറന്ന് പോയി എന്നുള്ളത് മനഃപൂർവ്വമായിരിക്കാം. മറന്നു പോയി എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഒരു വർഷമൊക്കെ പിന്നിട്ട് കഴിഞ്ഞ് പ്രവാചകൻ വന്ന് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന് പാപം ബോധ്യപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ദൈവം ക്ഷമിച്ചു എന്നുള്ളത് പ്രവാചകൻ ഉറപ്പും കൊടുത്തു. കാരണം അതിൽ ദാവീദൊരു ആശങ്കയിലായിരിക്കേണ്ട എന്ന് ദൈവം തീരുമാനിച്ച് തൻ്റെ ദാസനെ ഉറപ്പിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതിനുശേഷമാണല്ലോ 51 സങ്കീർത്തനം എഴുതുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പം നമ്മൾ അന്ന് അതൊരു ഉദാഹരണമായിട്ട് ചിന്തിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. അപ്പോൾ ഞാനിപ്പോൾ സാങ്കല്പികമായിട്ടൊന്ന് ഓർപ്പിക്കുന്നത്, ദാവീദ് ഈ ഉപദേശം ഇത് മറച്ചു വച്ചിരിക്കുന്ന കാലത്താണ് പറയുന്നതെന്ന് വിചാരിക്കുക. മറച്ചു വച്ചിരിക്കുന്ന കാലത്ത് അല്ലാട്ടോ പറഞ്ഞത്, അതെല്ലാം കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട ശേഷം എഴുതിയ സങ്കീർത്തനമാണത്. അപ്പം അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ക്രമപ്പെട്ട ശേഷമാണ് താൻ കടന്നുപോയ കൈപ്പേറിയ വഴികളെക്കുറിച്ചൊക്കെ ദാവീദ് മറ്റുള്ളവരോട് സംസാരിക്കുകയും അങ്ങനെ അനേകർ അതിക്രമക്കാർ തങ്ങളുടെ വഴികളെ വിട്ട് മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാനിപ്പോൾ ഒരു സാങ്കല്പികമായിട്ടത് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ മാനസാന്തരപ്പെടുന്നതിന് മുമ്പാണ് അതിക്രമക്കാരോട് ദാവീദ് വഴികളെ ഉപദേശിക്കുന്നത് എന്ന് വരികിൽ അത് എത്രയോ സങ്കടകരമായ ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, മനുഷ്യർക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരികയില്ല. കാരണം ഒരു സഹോദരനൊരു ഉപദേശം പറയുകയും കൂട്ടു സഹോദരൻ്റെ വിശുദ്ധ ജീവിതത്തിൽ ഉള്ളതായ പങ്ക് താൻ നിർവഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങേരുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ പാപങ്ങളുണ്ടോ, അതൊന്നും ഈ ഉപദേശം കേൾക്കുന്ന സഹോദരന് മനസ്സിലായി എന്ന് വരികയില്ല. മനസ്സിലായാൽ പിന്നെ ഉപദേശം കേൾക്കാൻ വളരെ പ്രയാസവുമായിരിക്കും. പക്ഷേ അത് മനസ്സിലാകാതെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാനിത് പകൽ 15 ധ്യാനിച്ചപ്പോൾ ഓർത്തത്, വേറെ സഹോദരന് മനസ്സിലായില്ലെങ്കിലും ഈ ഉപദേശമൊക്കെ പറയുമ്പോൾ ആർക്കറിയാം അത്? ദൈവത്തിന് വളരെ കൃത്യമായിട്ട് അത് അറിയാം. അതുകൊണ്ട് ആ ശുശ്രൂഷ കർത്താവ് പറഞ്ഞ ശുശ്രൂഷയാണെങ്കിലും ഈ ഒരുക്കം കൂടാതെയുള്ള ആ ശുശ്രൂഷ ഈ കൽപ്പന തന്ന് കർത്താവിനെ തന്നെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. റോമാലേഖനത്തിൽ എല്ലാവരും പാപികളാണെന്നുള്ള കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തെളിയിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പാപം തെളിയിക്കാനായിട്ട് അവിടെ എഴുത്തുകാരൻ ചില വാക്കുകൾ ഓർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എടുത്തു വായിക്കണം നിർബന്ധമില്ലല്ലോ. എഴുത്തുകാരൻ നല്ലൊരു യഹൂദനായിരുന്നു. അപ്പം അതുകൊണ്ട് യഹൂദിൻ്റെ പാപം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എഴുത്തുകാരന് വളരെ നന്നായിട്ട് അറിയാം. അപ്പം അവിടെ അതിൽ ആ ദൈവദാസൻ ചോദിക്കുന്നത്, മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ എന്ത് ചെയ്യാണ്? നീ മോഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസംഗവും ജീവിതവുമായിട്ട് ബന്ധമില്ലാതെ യഹൂദൻ പോയി. യഹൂദൻ പഠിപ്പിച്ച പ്രമാണത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം പ്രമാണം വളരെ കൃത്യമായിട്ടാണ് അവർ പഠിക്കാനും അത് പകർന്നു കൊടുക്കുവാനും ഇടയായിട്ട് തീർന്നത്. അതിന് വള്ളിയും പുള്ളിയൊന്നും മാറ്റാതെ തന്നെ സൂക്ഷിക്കത്തക്കവണ്ണം ദീർഘമായ നാടുകൾ ആ ജാതീയ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. പക്ഷേ ഇവിടെ പൗലോസ് ചോദിക്കുന്നതായ കാര്യം, നിൻ്റെ ജീവിതത്തിൽ ഈ പാപം ഉള്ളപ്പോൾ തന്നെ നീ അത് ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ കൂട്ടു സഹോദരനെ സഹായിക്കാനായിട്ട് പ്രാർത്ഥനാപൂർവം ശ്രമിക്കുമ്പോഴും ഈ വലിയ കുറവ് വന്നു പോകാനുള്ളതായ സാധ്യതയുണ്ട്.
അപ്പം ഞാൻ എന്തിനാ ഇതിങ്ങനെ വിശദീകരിക്കുന്നതെന്ന് അറിയാമോ? ഈ ഒരുക്കം കൂടാതെ ഈ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്. അപ്പോൾ ഈ ശുശ്രൂഷ കർത്താവ് ആവശ്യപ്പെട്ട ഒരുക്കത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതെന്തോ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ഈ ശുശ്രൂഷ കൂടുതൽ ചെയ്യും തോറും ആ ചെയ്യുന്നയാൾ കൂടുതൽ വിശുദ്ധിയിൽ വർദ്ധിച്ച് വരുന്നതിന് മുഖാന്തരമായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ വളരെ പ്രാർത്ഥനാപൂർവം വിശ്വസ്തമായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരുക്കത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനി വിശദീകരിക്കണോ എന്നൊരു ചിന്ത ഇന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം ആകൊണ്ട് അത് ഒരിക്കലും മറന്നു പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണങ്ങൾ ഒത്തിരി പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദിവസവും ഒരുപക്ഷെ പലവട്ടം ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വലിയ ഒരുക്കത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, എങ്കിലും ഞാനതൊന്ന് എടുത്തു പറഞ്ഞു പോകാം എന്നാഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോ ദിവസവും പ്രാപിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. റെഫറൻസ് എഴുതിയിട്ടാൽ മതി, വായിക്കണമെന്നില്ല. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നാം രക്ഷയിൽ വളരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാനായിട്ട് കുടിക്കുവാനുമുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ നിലയിൽ ഇത് ഓർമ്മിക്കുമ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആദ്യത്തെ സമയമെങ്കിലും വചനം വായിക്കാനും ധ്യാനിക്കാനുമായിട്ട് വേർതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നതിൽ ഇതെത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുറേ നാളിത് പരിചയിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരുക്കമൊക്കെ മറന്നു പോകാനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കർത്താവ് പറഞ്ഞ പോലെ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാത്ത സ്ഥിതി വന്നു പോകാനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പോൾ ആരോടെങ്കിലും പിണക്കമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും ഒരു പക്ഷേ ഈ ആത്മീക പരിചയം നമ്മൾ കൃത്യമായിട്ട് തുടർന്നു എന്ന് വരുന്നതിനുമുള്ളതായ വലിയ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഒത്തിരി വിശദമായിട്ട് വേദഭാഗം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇങ്ങനെ ഒരാൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് അഴുക്കായ പാത്രത്തിൽ പാല് പകരുന്നത് പോലെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ആ പാല് ഗുണം ചെയ്യില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായ ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോ ദിവസവും പ്രാപിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ സഭാ കൂടിവരവുകളിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. പക്ഷേ ഈ ഒരുക്കത്തോടു കൂടി വേണം അത് ഉൾക്കൊള്ളുവാൻ. അതുകൊണ്ട് ഞാൻ ആ ഒരുക്കം എന്നുള്ളതായ വാക്ക് അടിവരയിടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നല്ല ഒരുക്കത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ വചനപഠനവും പ്രസംഗവും പഠിപ്പിക്കലും ഒക്കെ നടക്കും, പക്ഷേ ആളുടെ സ്വഭാവത്തിൽ കാര്യമായ രൂപാന്തരവും ഉണ്ടാകുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മളിത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതായ കാര്യമാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ, അത് പഠിപ്പിക്കുവാനിടയായിട്ട് തീരുമ്പോൾ ഈ പറയുന്ന ആളിൽ അത്
എത്ര വലിയ രൂപാന്തരത്തിന് കാരണമായിട്ട് തീരേണ്ടതാണ്. ആ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന ആളുകൾ നീക്കിക്കളയേണ്ടതൊക്കെ നീക്കിക്കളയുക എന്നുള്ളതാണ് പ്രധാനമായ അർത്ഥമായിട്ട് ഇരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ ദൈവവചനം പറയാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ വാക്യം ഓർക്കാത്ത ദിവസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഒരുങ്ങണമെങ്കിൽ പറയുന്ന ആളുകൾ എത്രയോ അധികം ഒരുങ്ങാനുള്ളതായ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് വരികിൽ നമ്മുടെ ജീവിതത്തെ അത് എത്രത്തോളം രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. ഞാൻ ആ വാക്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ ആദ്യത്തെ പാപം ഞാൻ സാധാരണ പറയുമ്പോൾ ഒക്കെ പറയും, ആകയാൽ സകല ദുഷ്ടത എന്ന് പറഞ്ഞാൽ വലിയ ദുഷ്ടതയൊന്നും അല്ല അവിടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ളതായ തകർച്ചയാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനൊക്കെ ഞാൻ പറയുമ്പോൾ പറയാറുണ്ട്, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകുന്നു. ഹാർബറിങ് ഓഫ് ഈവിൾ തോട്ട്സ് അഗൈൻസ്റ്റ് അനദർ പേഴ്സൺ. ഈ പാപം വളരെ കൃത്യമാണെന്ന് അറിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടി നമ്മൾ മലിനപ്പെട്ടു പോകാനുള്ളതായ സാധ്യതയുണ്ട്. ആരോടാണ് ബുദ്ധിമുട്ട്? അവരൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് കടന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കാണും. പക്ഷെ നമ്മുടെ ഉള്ളിൽ അവരോടുള്ളതായ അസ്വസ്ഥത മാറിപ്പോയിട്ടുണ്ടാകുകയില്ല. അപ്പോൾ അത് നാം വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നതായ കാര്യവും നമുക്ക് പ്രയോജനപ്പെടാൻ ഇടയാകാതിരിക്കും എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളേണ്ടുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും വേണ്ടുന്ന ഈ ഒരുക്കം നമുക്ക് സൂക്ഷിക്കാം. ആരോടും വഴക്കും പിണക്കവും ഇല്ലാതെ നാം ജീവിക്കേണ്ട ആളുകളാണല്ലോ. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ സാധിക്കട്ടെ. നമ്മൾ ഈ വാക്യം ഇപ്പോൾ വായിക്കുമ്പോൾ, ഈ രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണർവുണ്ടായ സമയത്ത് ഹിസ്കിയാവും യോശിയാവും ഒക്കെ ചെയ്ത ഒരു കാര്യം ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ വാക്യത്തോട് ബന്ധമുള്ളൊരു കാര്യം അവർ ചെയ്തതായിട്ട് അവിടെ ആവർത്തിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ അത്? വചനത്തിന് നിരക്കാത്തതായ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അവർ നീക്കിക്കളഞ്ഞു. നമ്മൾ എത്രയോ വട്ടം ആ വാക്യം അവിടെ നിന്ന് വായിക്കുവാനിടയായിട്ട് തീർന്നു. പൂജാഗിരികളുമൊക്കെ അശേര പ്രതിഷ്ഠകളുമൊക്കെ വെട്ടി അതിനെയെല്ലാം നീക്കി ശുദ്ധീകരിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ കാര്യം ഒത്തിരി ചിന്തിച്ച് കാണാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നതായ കാര്യം അക്ഷരാർത്ഥത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവരൊക്കെ ഹിസ്കിയാവും യോശിയാവും ഒക്കെ ചെയ്ത കാര്യം നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുകയില്ല. നാട്ടിലുള്ള പൂജാഗിരികളെയൊന്നും നമുക്ക് നീക്കിക്കളയാനോ ഒന്നും ഉള്ളതായ അനുവാദമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അവർ രാജാക്കന്മാരായിരുന്നു എന്നുള്ളതുകൊണ്ട്, ഇസ്രയേലിലായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്കത് സാധിക്കുമായിരുന്നു. നിങ്ങൾ വിശദമായി ചിന്തിച്ച് കാണുമായിരിക്കും. എങ്കിലും ആരെങ്കിലും ഒന്ന് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഓർപ്പിക്കുക. നമുക്ക് നാട്ടിൽ നിന്ന് ഇതൊന്നും മാറ്റാൻ പറ്റുകയില്ല. പക്ഷേ എവിടെ നിന്ന് മാറ്റാം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാം. അവിടെ നമുക്ക് നല്ല ജയാളികളായിട്ട് ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നീക്കിക്കളയേണ്ട പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ഇരിക്കുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ചില പാപങ്ങളൊക്കെ മുറുകെ പറ്റുന്നതായിരിക്കും, നീക്കിക്കളയാൻ കുറച്ച് പ്രയാസവും കാണും. പക്ഷേ അതിന് ഏത് പ്രയാസത്തെയും തരണം ചെയ്ത് അതിനെ നീക്കിക്കളയാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. വചനത്തിൻ്റെ മുമ്പിലുള്ളതാണ് നമ്മുടെ ഒരുക്കം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഇനി എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നതായ വേറൊരു കാര്യം എന്താണ്? ഇതൊക്കെ സൺഡേ സ്കൂൾ പിള്ളേരോട് ചോദിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. വചനം
പ്രാപിക്കുക എന്നുള്ളത്. പിന്നെ എല്ലാ ദിവസവും ചെയ്യേണ്ടതായ കാര്യം ആരും ഒന്നും പറയണില്ല. പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഇതിലേതാണ് കൂടുതൽ പ്രധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു വാക്യം പറയുന്നത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അവിടെ എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നതായൊരു ആത്മീക അഭ്യാസമായിട്ടാണ്, എക്സസൈസായിട്ടാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഞാൻ ഈ കാര്യം ഒന്ന് ചേർത്ത് ഓർപ്പിക്കുകയാണ്. അത് നമുക്കൊന്ന് വായിക്കണം, നമുക്ക് പരിചയം കാണും. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പാഠങ്ങൾ ചിന്തിച്ചപ്പോൾ ആ വാക്യങ്ങളൊക്കെ വിശകലനം ചെയ്യാൻ ഇടയായിട്ട് തീർന്നതാണ്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള വലിയ ഒരുക്കം നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥനയോളത്തിലൊക്കെ വായിച്ച് നമ്മളൊത്തിരി പ്രസംഗിക്കലുണ്ടായിരിക്കും. നമ്മൾ പോർഷനിൽ നിന്നല്ലേ സാധാരണ പറയണുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പൊതുവെ പ്രാർത്ഥനയ്ക്കൊക്കെ വചനം പറയുമ്പോൾ ദാവീദിൻ്റെ ഒരു വാചകം സാധാരണ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. പക്ഷെ കേട്ടു എന്ന് അടുത്ത വാചകത്തിൽ ഉറപ്പാക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എന്തൊരുക്കത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഈ കാര്യത്തിൽ നമ്മുടെ കർത്താവ് ഇത് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ വായിക്കാം. അപ്പോൾ അവിടെ എന്ത് കൃത്യമായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഒരുക്കത്തിൻ്റെ സന്ദേശം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. ഈ ഹോളിൽ ഞാൻ ഈ കാര്യം എത്രയോ വട്ടം പറഞ്ഞു കാണും. എങ്കിലും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യത്തിൽ ഇന്ന് നിങ്ങൾ ചെയ്തോന്ന് അറിയാൻ വേണ്ടി ഒരിക്കൽ കൂടി അത് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. അപ്പോൾ ആരോടും ഒന്നുമില്ലാത്ത വഴക്കും പിണക്കവും വിദ്വേഷവും ഇല്ലാത്ത ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് അടുത്ത് വരേണ്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? അത് സാധിക്കാനുള്ള വഴി ഇവിടെ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്, അവനോട് ക്ഷമിപ്പിൻ. അപ്പോൾ ഏകപക്ഷീയമായി നമുക്ക് ആരോടും ക്ഷമിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കി തീർക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെത്ര മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. പക്ഷേ ഈ മനോഹരമായ സത്യത്തിൻ്റെ ആ മഹത്വം ദൈവമക്കൾ മനസ്സിലാകാതിരിക്കത്തക്കവണ്ണം ഓരോരോ കാരണങ്ങൾ പിശാച് കൊണ്ടുവന്ന് നമ്മെ ഈ പാപത്തിൽ തളച്ചിടുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. ക്ഷമിക്കാതിരുന്നുള്ള കുഴപ്പം കർത്താവ് അടുത്ത വാക്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഇവിടെ ഒരാഴ്ച നമ്മളുടെ ജീവിതത്തിൽ വന്ന പാപം ക്ഷമിക്കപ്പെടാതെയാണ് ഇരിക്കുന്നത് എന്ന് വരികിൽ അതെന്തോരം ഭയങ്കരമായിരിക്കും. ഈ വാക്യത്തേക്കാൾ നമുക്ക് പരിചയമുള്ള വേറെ 2-3 വാക്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രസംഗത്തിലാണത്. ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് ഈ സത്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായി ചിന്തിച്ചതുകൊണ്ട് ഞാനത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. മത്തായി 6-ന്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലൊരു പ്രാർത്ഥനയുണ്ടല്ലോ,
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ക്ഷമിച്ചിട്ടേ ഇരിക്കാവൂ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാതെ നമ്മൾ ശാന്തമായിട്ട് ഇരിക്കാൻ പാടില്ല. വളരെ അടിയന്തരമായി ചെയ്യേണ്ടുന്നതായ കാര്യമാണിത്. അപ്പം നമ്മുടെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇതെത്രയോ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മർക്കോസ് 11:26 വാക്യത്തിൽ നമ്മൾ കണ്ട കാര്യം, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കർത്താവ് മത്തായി 6:14-15 വാക്യങ്ങളിൽ അത് വളരെ വിശദമായി ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ മർക്കോസ് സുവിശേഷത്തിൽ ഒരു പ്രാവശ്യം അത് പറയുന്നുള്ളൂ, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അവിടെ പറയുമ്പോൾ കർത്താവ് നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കും. അപ്പോൾ നാം പാപം ഏറ്റുപറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിക്കണമെങ്കിൽ കർത്താവ് വെച്ചിട്ടുള്ളതായ ഈ വ്യവസ്ഥയ്ക്ക് നമ്മൾ കൃത്യമായും വിധേയപ്പെടാനായിട്ട് ആവശ്യമാണ്. അപ്പം ഇത് വിധേയപ്പെടാതെയാണ് നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതെങ്കിൽ നമ്മുടെ കർത്താവിനത് ക്ഷമിക്കാനായിട്ട് ഉത്തരവാദിത്വമില്ല. അങ്ങനെ ക്ഷമിച്ചാൽ അത് എന്തല്ല, വിശ്വസ്തതയും നീതിയിലും പെട്ടതായ കാര്യം അല്ല. നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്ന കാര്യം പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ അത് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വ്യവസ്ഥയ്ക്ക് കർത്താവിന് അയവ് വരുത്താൻ പറ്റുകയില്ല. നമ്മുടെ കർത്താവ് തന്ന വ്യവസ്ഥ നമ്മുടെ കർത്താവിന് തന്നെ തെറ്റിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരും, ഇവിടെ നമുക്ക് വളരെ സൂക്ഷ്മതയോടെ നാം ഈ ഒരുക്കത്തിൻ്റെ വഴിയിൽ ശരിയായി പോകുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഈ ഒരുക്കം ഇവിടെ മാത്രമല്ല, പിന്നെയോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും ഇതിൻ്റെ ആവശ്യകത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല സാഹചര്യത്തിൽ വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഈ രണ്ട് കാര്യവും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതായ കാര്യമാണ്. ഇനി ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു ഞാൻ, നമ്മളെല്ലാ ആഴ്ചയിലും കർത്തൃമേശ ആചരിക്കുകയല്ലേ. ഈ കർത്തൃമേശ ആചരിക്കുന്നുള്ള ഒരുക്കം എന്ന് പറയുന്നത് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുങ്ങിയില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയും നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുകയാണ്. ഒരുങ്ങാതെ നമ്മൾ കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുന്നത് തന്നെ ശിക്ഷാർഹമായിട്ട് തീരും എന്നുള്ളതായ സത്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ കൽപ്പനയുടെ ഗൗരവം ഞാനൊന്ന് പറയട്ടെ. നിൻ്റെ കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയാൻ പറഞ്ഞാൽ കളഞ്ഞോളണം. അത് കളയുന്നില്ലെങ്കിൽ, കളയാതെ നമ്മൾ വചനപഠനവും പ്രാർത്ഥനയും അതുപോലെ ആരാധനയും ഒക്കെ തുടരാനിടയായിട്ട് തീർന്നാൽ നമ്മുടെ കർത്താവിന് നമ്മെ ശിക്ഷിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നിൻ്റെ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള തന്ന ഈ കൽപ്പന അതിൻ്റെ എല്ലാ ഗൗരവത്തിനും ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം കർത്തൃമേശ ആചരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയാണ്, നമ്മെ തന്നെ വിധിക്കുകയാണ്, നമ്മുടെ ശരീരത്തെ വിവേചിക്കുകയാണ്. ഇതൊക്കെ എവിടെ പറഞ്ഞേക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ എന്തോ ഒരു കൃത്യമായിട്ടാണ് ഈ സത്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനതിൽ വേറൊരു വാക്കെടുത്ത് പറഞ്ഞായിരുന്നു, നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യം, ഇനി വചന
ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോഴും ഒക്കെ ഇതങ്ങ് വിട്ടുപോയാലും കർത്തൃമേശയ്ക്ക് അരികിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരുക്കം മറന്നു പോകരുത്. ഈ ഒരുക്കം വളരെ അടിയന്തരമായി സാധിക്കേണ്ടുന്നതായ കാര്യമാണ്. അത് സാധിക്കാതെ പോകുന്നത് ഗൗരവതരമായ ശിക്ഷയ്ക്ക് കാരണമാകാവുന്നതാണ് എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കർത്തൃമേശയുടെ ഉപദേശത്തിൽ വിശദീകരിക്കപ്പെട്ട വാക്യങ്ങളും ഒക്കെ ഇവിടെ ചേർത്ത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മൾ വളരെ വിശദമായിട്ടത് വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നില്ല. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ചിന്താവിഷയത്തോട് വളരെ ബന്ധമുള്ളതായ ഒരു പ്രയോഗമുണ്ട്. നാം കർത്തൃമേശയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യണം? വിവേചിക്കണം. എന്താ ശരീരത്തെ വിവേചിക്കുക എന്നുള്ളത്? അത് നമ്മൾ വിശദമായിട്ട് ഓർത്തിട്ടുണ്ട്. അതിനോട് കർത്താവ് ഇവിടെ പറഞ്ഞ ഉപദേശത്തിനൊരു ബന്ധമുണ്ട്. നിൻ്റെ കണ്ണിലെ കോല് നീക്കിക്കളയണം എന്ന് പറഞ്ഞാൽ, ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരം ആരുടെയാണ്? ഞാൻ ദൈവമക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെ ഈ ശരീരം ആരുടെയാണ്? കർത്താവിൻ്റെയാണ്. കർത്താവ് രക്തം വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ കർത്താവ് രക്തം വില കൊടുത്ത് വാങ്ങിയ കർത്താവിൻ്റെ ശരീരവും ആ കർത്താവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ശോധന ചെയ്ത് കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ കർത്താവ് ഈ കണ്ണിലെ കോൽ നീക്കിക്കളയുക എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ കാര്യവും എത്രയോ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ കാര്യം നാം കാണുകയും, കണ്ണുകൊണ്ടല്ലേ അധികം പാപവും ഇപ്പോൾ ആളുകൾ ചെയ്യുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നതായ ഈ കാര്യത്തിൻ്റെ പ്രായോഗികത എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഇവിടെ ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 3 സുപരിതമായ കാര്യങ്ങളിലൂടെ നമ്മുടെ കർത്താവ് ഇവിടെ പറഞ്ഞ ഒരുക്കത്തിൻ്റെ പ്രാധാന്യം ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരുക്കം നമ്മൾ ചെയ്യാതെ പോകുന്നില്ല എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് സഹോദരൻ്റെ കണ്ണിലെ കരട് വളരെ കൃത്യമായി കണ്ട് അവന് വേണ്ടുന്ന സഹായം ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിന്ന് പകൽ ഈ വഴികളിലൂടെയൊക്കെ പോകാനിടയായിട്ട് നമ്മൾ ഓർത്തു, നമ്മുടെ കർത്താവിൻ്റെ മാർഗം എന്തു മനോഹരമായിട്ടുള്ളതായ മാർഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിലാണ് നാം ഓരോ ദിവസവും ജീവിക്കുന്നത് എന്ന് വരികിൽ നമ്മുടെ ജീവിതം അതിൽ തന്നെ എത്രയോ മനോഹരമായിരിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചാൽ നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരനെ ചിലപ്പോൾ സഹായിക്കാൻ പോകാതെ തന്നെ നമ്മുടെ ജീവിതം അവർക്ക് വലിയ പാഠമായിട്ട് ഇരിക്കും. അങ്ങനെ ജീവിച്ച പല ഭക്തന്മാരുണ്ടല്ലോ. അതിലൊരു ഭക്തനെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറയാമോ ആ ഭക്തൻ ആരാണെന്ന്? നോഹയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, നോഹ ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിച്ച് ആ തലമുറയെ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞാൽ, നോഹ ബാക്കി എല്ലാവരും വഴിതെറ്റിപ്പോകുന്ന ആ തലമുറയിൽ നോഹ വ്യത്യസ്തനായി ദൈവകൃപയെ അനുഭവിച്ച് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ട് തീർന്ന ആ ദൈവഭക്തൻ്റെ ജീവിതം തന്നെ ആ തലമുറയെ
കുറ്റപ്പെടുത്തുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ പാപം അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം നോഹയുടെ പ്രസംഗം വേണമെന്നുണ്ടായിരുന്നില്ല. നോഹയുടെ ജീവിതം കണ്ടവർക്ക് അത് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമുക്ക് ഒരുക്കത്തോടു കൂടി ജീവിക്കാം. ആ ജീവിതം തന്നെ മറ്റ് വിശ്വാസികൾക്ക് ഒരു സന്ദേശമായിട്ട് ഇരിക്കട്ടെ. അതോട് ചേർന്ന് കൂട്ടുസഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കാനായിട്ട് ആവശ്യബോധം ഉണ്ടെങ്കിൽ ആ വലിയ ശുശ്രൂഷ വിശ്വസ്തമായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കട്ടെ. ഇനി നമുക്ക് നല്ല പരിചയമുള്ളൊരു വാക്യം ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പോകാം. പ്രവൃത്തിയുടെ ദിവസം 20-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് സഭാമൂപ്പന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പരാമർശം ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വാക്യം നമുക്കെല്ലാവർക്കും മനഃപാഠം അറിയാം. എങ്കിലും ഒന്ന് നമ്മൾ ഈ ചിന്തിച്ചു വരുന്ന വിഷയബന്ധത്തിൽ കുറിക്കൊള്ളേണ്ടതായ 2 വാക്കുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒന്നുകൂടി ഒന്ന് വായിക്കുകയാണ്. പ്രവൃത്തി 20-28 വാക്യം ഒന്ന് വായിച്ചോ. അപ്പോൾ അവിടെ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പോൾ അവരിൽ വല്ല അഴുക്കുമൊക്കെ വന്നിട്ടുണ്ടോ, ഓർമ്മപ്പെടുത്തേണ്ട വല്ല കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതായ കാര്യം വിലയിരുത്താനും അത് ഓർമ്മപ്പെടുത്തി അവരുടെ വിശുദ്ധ ജീവിതത്തിൽ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷേ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുന്നതിന് മുമ്പ് ഈ മൂപ്പന്മാർ എന്ത് ചെയ്യണമെന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്ന സത്യം അവിടെ എന്ത് മനോഹരമായിട്ടാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. കാരണം നിൻ്റെ ജീവിതത്തിൽ വല്ല കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുന്നെങ്കിൽ നിനക്ക് ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കാം. ഇത് മൂപ്പന്മാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് ഇത് കൂട്ടുവിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് അന്യോന്യം ദൈവം തന്നിട്ടുള്ളതായ വലിയ ചുമതലയാണ്. ഞാനതൊന്ന് വിശദീകരിക്കാൻ ഈ മൂപ്പന്മാരോട് പറഞ്ഞ പ്രബോധനം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് നമ്മെ തന്നെ സൂക്ഷിക്കാം. തിമോഥെയോസിന് പൗലോസ് പ്രബോധനം കൊടുക്കുമ്പോഴും ഇത് പറയുന്നുണ്ടല്ലോ. 1 തിമോഥെയോസ് 4:16 നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നിർമ്മലമായി സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ ഇതിൻ്റെ അടുത്ത വാക്യം കൂടി ഇതോട് ചേർത്ത് ഓർപ്പിക്കുകയാണ്. നമ്മൾ 7-1 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങളാണ് നോട്ട് ചെയ്യാനിടയായിട്ട് തീർന്നത്. അവിടെ നിന്നാണ് വിധിക്കരുത് എന്നുള്ളതായ ചിന്താവിഷയം നമ്മൾ എടുത്തത്. ഞാൻ ഈ ദിവസങ്ങൾക്ക് ഇത് ധ്യാനിച്ച് വന്നപ്പോൾ ഇതിൻ്റെ 6-ാമത്തെ വാക്യവും ഈ സന്ദേശത്തോട് വളരെ ബന്ധപ്പെട്ടതായ സന്ദേശമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിലേക്കൊന്ന് പ്രവേശിച്ച് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. ഒത്തിരി വിശദമായിട്ട് പറയേണ്ടി വരികയില്ല എന്ന് ഞാൻ കരുതുകയാണ്. വായിച്ചാട്ടെ 6-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ കർത്താവ് വളരെ ഗൗരവമായൊരു സത്യം ഇതോട് ചേർത്ത് ഓർപ്പിക്കാം. ഇപ്പം നമ്മൾ 4 ക്ലാസ്സുകളായി ഇത് ചിന്തിക്കുന്നു. അപ്പം ഇതിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഇവിടെ കർത്താവ് നൽകിയ ആ പ്രബോധനത്തിനോട് ചേർന്ന് വരുന്നൊരു സത്യമാണ് ഈ 6-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ 6-ാമത്തെ വാക്യം
ദൈവസഭയുടെ ആദ്യകാല ചരിത്രത്തിൽ ആദ്യ നൂറ്റാണ്ടിലൊക്കെ, ഇതൊരു ദൈവദാസൻ എഴുതിയത് ഞാൻ വായിച്ചാണ് കേട്ടോ, ആദ്യ നൂറ്റാണ്ടിലുമൊക്കെ ഈ നിർദ്ദേശവും അക്ഷരാർത്ഥത്തിൽ അന്ന് സഭകളിൽ പാലിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പാലിച്ചത് കർത്താവ് ആചരിക്കാൻ കൊടുത്ത കർത്തൃമേശയോട് ബന്ധപ്പെട്ടാണ് ഈ വാക്യം ആദ്യ നൂറ്റാണ്ടിൽ കൂടുതൽ സൂക്ഷ്മമായി പാലിച്ചിരുന്നത് എന്ന് ഒരു ദൈവദാസൻ എഴുതുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, അതിലൊരു വലിയ പാഠമുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ കർത്തൃമേശയിൽ പങ്കുകൊള്ളാനായിട്ട് സ്നാനപ്പെടണമെന്ന് നിർബന്ധമുണ്ട്, രക്ഷിക്കപ്പെട്ടവർക്ക് പങ്കുകൊള്ളാൻ പാടില്ലേ എന്നൊക്കെയുള്ളതായ ചോദ്യങ്ങൾ ഇപ്പോൾ വളരെ വന്നുകൊണ്ടിരിക്കുന്നതായ കാലമാണ്. പക്ഷേ ആദ്യ നൂറ്റാണ്ടിലെ സഭ ഈ കാര്യത്തിൽ വളരെ കർശനമായ നിയമങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ വേർപാടിൻ്റെ അനുഭവത്തിൽ വന്ന ആളുകളാണ് പ്രാദേശിക സഭയിൽ കർത്തൃമേശ ആചരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രാദേശിക സഭയിൽ അല്ലാതെയും ഇങ്ങനെ കർത്തൃമേശ ആചരിക്കുകയല്ലേ സൗകര്യപ്പെടുന്നിടത്തൊക്കെ. അപ്പം അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ വളരെ അപ്രായോഗികമായി തീർന്നിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആ വ്യതിചലനത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ ഇഷ്ടമില്ല, അത് ഞാൻ പറയണമെന്നുമില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, എത്രയോ കൃത്യമായിട്ട് ഈ വ്യവസ്ഥ സൂക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതിന് നമുക്കൊരു വേദാധാരമുണ്ട്. അത് നമ്മൾ നേരത്തെ കർത്തൃമേശയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ വേദാധാരം ഏതാണ് എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആദ്യകാല സഭയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ആ വാക്യങ്ങൾ വായിക്കണ്ട, നമുക്കെല്ലാം മനഃപ്പാഠം അറിയാം. അത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 41-42 വാക്യങ്ങൾ. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പിന്നെ 42-ാമത്തെ വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മയെ ആചരിച്ചു, പിന്നെ അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചുമ്പോൾ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട അനുഭവത്തിലേക്ക് വന്ന ആളുകളാണ് ഈ അനുഷ്ഠാനത്തിൽ പങ്കാളികളായിട്ട് തീർന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു സത്യം കൂടി നമ്മൾ അന്ന് ചിന്തിച്ചതാണെങ്കിൽ അതോടെ ഒന്ന് പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ കർത്തൃമേശ കർത്താവ് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ സത്യം ഏറ്റുവാങ്ങി കൈമാറിയ ഒരു അപ്പോസ്തലനുണ്ടല്ലോ. കർത്താവ് പെസഹ ആചരിക്കുന്ന സമയത്ത് കൂടെ ഇല്ലാതിരുന്ന ഒരു അപ്പോസ്തലനാണ് അത് പ്രാപിച്ച് കൈമാറിയത്. അത് ആരാന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 കൊരിന്ത്യർ 11:23 പൗലോസിൻ്റെ ഉപദേശം എഴുതാൻ തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയോ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത്. അപ്പോൾ വളരെ കൃത്യമാണ് അവിടെ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനിത് കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചതാണ്. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി പറയാം, ഞാൻ വേറെ അപ്പോസ്തലന്മാരിൽ നിന്ന് പ്രാപിച്ചതല്ല. പിന്നെയോ ഞാനിത് കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചതാണ്. ഇത് ആരെയാണ് ഏൽപ്പിക്കുന്നത്? കൊരിന്ത്യരെ സഭയോട് പറയുകയാണ്, നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരാളെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആ ഭാഗത്ത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ പാപമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവൻ തന്നെത്താൻ ശോധന ചെയ്ത് പങ്കെടുത്തിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. കാരണം അത് ഒരു പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്വത്തിൽ നിർവഹിക്കേണ്ടുന്ന കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിലൊക്കെയുള്ള വല്ലാത്ത അഴവുകൾ, വ്യതിചലനങ്ങൾ ഞാൻ പറയുകയാണ്. വ്യതിചലനങ്ങൾ ഈ കാലത്ത് വചനപ്രകാരം പോകുന്നെന്ന് വിചാരിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിലും നാം കാണുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇവിടെ കർത്താവ് പറയുന്ന
ഉപദേശത്തിന് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്നുള്ളതായ വാചകത്തെ അങ്ങനെ ആദ്യ നൂറ്റാണ്ടിൽ സഭാപിതാക്കന്മാർ കൃത്യമായി സൂക്ഷിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ തലമുറയിലും അത് വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള വിശദീകരണം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് കരുതുന്നു. നിങ്ങളതൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ നല്ലതാണ്. ഈ 6-ാമത്തെ വാക്യത്തിൻ്റെ വിശദീകരണത്തിന് നാം ഇതുവരെ ചിന്തിച്ച 5 വരെയുള്ള വാക്യങ്ങളോട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ഒരു ശക്തമായ ആത്മീക വിവേചനം, സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് ഉൾക്കൊണ്ട് മുൻപോട്ട് പോകത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഏറ്റവും പ്രായോഗിക പ്രസക്തമായിട്ടുള്ളതായ ഈ ഉപദേശങ്ങൾ പ്രായോഗികമാക്കി ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.